നമസ്കാരം, കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വികലമായ നയങ്ങളിൽ പ്രതിഷേധിച്ച് വനിതാ കോൺഗ്രസ് ജോസഫ് പിറവം നിയോജക മണ്ഡലം പ്രസിഡന്റ് റോസ്ലി സാബുവും സഹപ്രവർത്തകരും മാതൃസംഘടനയായ കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. കർഷകരെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷമെന്നും മതേതരത്വം കാത്തു സംരക്ഷിക്കുന്നവരോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും റോസ്ലി സാബു പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മലയോര കർഷകരെയും ആലംബഹീനരെയും ചേർത്ത് പിടിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷമെന്നും ജനങ്ങൾക്ക് വേണ്ടതെല്ലാം നേടിക്കൊടുക്കുന്ന മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുക എന്നത് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഉത്തരവാദിത്വവും കടമയുമായതിനാലാണ് മറ്റു പാർട്ടികളിൽ നിന്നും കേരള കോൺഗ്രസിലേക്ക് വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതെന്നും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യുന്നതിലാണ് LDF എല്ലാവർക്കും സ്വീകാര്യം ആകുന്നത്. പെൻഷൻ ഉയർത്തിയതും റബ്ബറിന് താങ്ങുവില ഉയർത്തിയതും ഭൂപതിവ് ചട്ടവും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും വിവിധ പാർട്ടികളിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിലേക്ക് പ്രവർത്തകർ പുതിയതായി വരുമെന്നും ടോമി കെ തോമസ് പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ച് വന്ന വനിതാ നേതാക്കൾക്ക് പാർട്ടി അംഗത്വം കൊടുക്കാൻ ചേർന്ന കേരള കോൺഗ്രസ് എം ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജോയ് ജോസഫ് കുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ജോർജ് അമ്മമല, ജില്ലാ സെക്രട്ടറി PK ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോജിൻ ജോൺ, പാർട്ടി നേതാക്കളായ അപ്പച്ചൻ ഇഞ്ചിപ്പറമ്പിൽ, ജോയി മാണി, സാജു ഉറുമ്പിപ്പാറ, സിബി അരഞ്ഞാണി, സിബി ആനക്കുഴി, തോമസ് കുടുംതൊട്ടി, ബെന്നി കാച്ചിറ, ശശി ഇലഞ്ഞി, ടോമി കേളംകുഴ തുടങ്ങിയവർ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ഒട്ടനവധി വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കടന്നു വരുന്ന അതിൻ്റെ തുടക്കമാണ് ഇന്ന് ഇലഞ്ഞി പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വനിതാ വിഭാഗത്തിന്റെ പിറവം നിയോജകമണ്ഡലത്തിലെ അധ്യക്ഷയായിരുന്ന റോസ്ലി സാബു ആ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് തന്റെ തറവാട്ടിലേക്ക് കേരള കോൺഗ്രസ് എം പാർട്ടിയിലേക്ക്, അതാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് മനസ്സിലാക്കി ഇന്ന് നമ്മളോടൊപ്പം ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്ത വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ. നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ ഇലഞ്ഞിയിലും പരിസര പ്രദേശങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇനിയും ഒട്ടനവധി പേര് കേരള കോൺഗ്രസ് എം പാർട്ടിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ എല്ലാം ഒരു തെളിവ് എന്ന് പറയുന്നത്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുവാനുള്ള നടപടികൾക്കാണ് കേരള കോൺഗ്രസ് എം പാർട്ടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവിടെ റബ്ബറിന്റെ തറവില നിശ്ചയിച്ച കാര്യത്തിലും പെൻഷൻ ഉയർത്തിയ കാര്യത്തിലും ഭൂപതിവ് ചട്ട നിയമം ഉണ്ടാക്കിയ കാര്യത്തിലും കേരളത്തിലെ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മുനമ്പം വിഷയത്തിലുമൊക്കെ കേരള കോൺഗ്രസ് എം പാർട്ടി ഇടതുപക്ഷ മുന്നണിയോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടത്തി തന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുകയാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.